ചോദിച്ചു പ്ലേറ്റ് കഴുകി, ആരോട് ചോദിച്ചിട്ട് തുണി വിരിച്ചു. അതായത് ഇവിടുത്തെ അമ്മ 2 ആൺമക്കളാണ്. അപ്പം മേ ബി അമ്മ കുഞ്ഞിലെ മുതൽ അത് അങ്ങനെയാണ് ട്രെയിൻ ചെയ്തത്. അവരോട് കഴിച്ച പ്ലേറ്റ് കഴുകുക, തുണികൾ നനച്ച അമ്മ തരുന്നു, 2 ആൺമക്കളും അത് പോയിട്ട് വിരിച്ചിടുക. എല്ലാം അവർ തന്നെയാണ്, എല്ലാം അവർ തന്നെ ചെയ്യുന്നത്. അപ്പൊ അമ്മ ആസ് യൂഷ്വൽ തുണി കഴുകിയിട്ട് എന്നോട് പറയില്ല, അമ്മ കുഞ്ചു തുണി വിരിച്ചിടും എന്ന് പറയും. അപ്പൊ ഞാൻ പോയിട്ട് എടുക്കും. അപ്പൊ ഞാൻ പോയിട്ട് എടുത്തില്ലെങ്കിൽ കുഞ്ചു പോയിട്ട് ഇടുമ്പോ ഞാനോട് ചോദിച്ചിട്ട് തുണി ഇടുന്നത് ഞാനുണ്ടല്ലോ എവിടെ. അപ്പൊ അതിനാണ് ഞങ്ങൾ വഴക്കൂടുന്നത്. ഈ പണിയെടുക്കാൻ വേണ്ടി അതൊരു പാത്രം കഴുകുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പക്ഷെ ഇവരെ പഠിപ്പിച്ച രീതി, ഇവരുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ് പോയിക്കൊണ്ട്. സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് ഏറ്റവും വലിയ പാര എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരമ്മ തന്റെ ആൺമക്കളെ നല്ല രീതിയിൽ നല്ല മനുഷ്യന്മാരായിട്ട് വളർത്തിക്കൊണ്ട് വന്നു. ആ ഒരു മക്കളുടെ സ്വന്തം കാര്യം നോക്കാനായിട്ടുള്ള ഒരു കഴിവിനെ നശിപ്പിക്കുന്ന മരുമക്കൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എന്ത് ബോറാണ്, എന്തൊരു ബോറാണ് ഏർപ്പാടാണ്. ഇപ്പോൾ ആ പുള്ളിക്കാരൻ കുറച്ച് വ്യക്തിത്വമുള്ള സെൽഫ് റെസ്പെക്റ്റ് ഉള്ള മനുഷ്യനാണ്. അയാൾ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രം അയാൾ കഴിക്കും, തുണിയൊക്കെ വിരിച്ചിടും, നല്ലൊരു മനുഷ്യൻ. അയാൾ അതേപോലെ തന്നെ തുടരുമായിരിക്കും. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വല്ല ആൺകുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കഴിവില്ലാത്ത, സ്വന്തം കാര്യം പോലും ചെയ്യാനായിട്ടുള്ള ശേഷിയില്ലാത്തവരായി ഇതുപോലുള്ള തള്ളമാർ ആ കുട്ടികളെ വളർത്തിയെടുക്കും. എന്നിട്ട് അങ്ങനെയുള്ളവന്മാർ നാളെ ഏതെങ്കിലുമൊക്കെ സ്ത്രീകൾക്ക്, അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള, ജോലിയൊക്കെ ഉള്ള സ്ത്രീകൾക്ക് വലിയൊരു ബാധ്യതയാവും.